ഹലോ ഗായ്സ്, അപ്പൊ നാളെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആണ്, ടെൻസ്ഡും ആണ് അല്ലേ രവി? അതെ 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 അതെ. എന്താന്ന് അറിഞ്ഞൂടാ, പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. സാധനങ്ങളും പിന്നെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ട് എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടിട്ട്. എന്താവും അറിഞ്ഞൂടാ, നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? അതെ അതെ. ഇനിയിപ്പോ നമ്മള് റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ പോയിട്ട് ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്യണം. രാവിലെ 5:10-5:രക്കുള്ള ട്രെയിന് നമ്മള് കാഞ്ഞങ്ങാട് നിന്നാണ് യൂണിവേഴ്സിറ്റി കലോത്സവം വരുന്നത്. അപ്പൊ നമ്മള് കാഞ്ഞങ്ങാട് 5:10 ട്രെയിന്. ഇപ്പൊ സമയം എത്രയായി പറ? ഇപ്പൊ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ടാകും. 11:30 ആ ഒരു ടൈമൊക്കെ. ഇനിയിപ്പം അറിഞ്ഞൂടാ, ഇനി ഇന്ന് ഉറക്കൊന്നും ഉണ്ടാവില്ല. ഫുൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. എന്താന്ന് അറിഞ്ഞൂടാ. ഇനി അവിടെ പോയിട്ട് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയാൽ മതി. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോന്റെ അകത്തോ എങ്ങനെയെങ്കിലും നമ്മൾ അവിടുത്തെ പെർഫോമൻസ് ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മള് നാടകം ഇപ്പം എന്താണ് നാടകത്തിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളെ സെറ്റ് ചെയ്യാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്? പറയൂ. മുട്ടയേറെ പ്രതീക്ഷിച്ചു എല്ലാവരും ഓരോരോ രീതിയില് എന്താണ് സെറ്റ് ആകുന്നതും അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ ഇനിയും കുറെ സാധനങ്ങളുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് ഫണ്ടൊന്നും സെറ്റ് ആയിട്ടില്ല. പക്ഷെ നമ്മളെ അഭിനയിച്ചും വൈഷ്ണവിയും അതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നമ്മൾ പരിപാടി കൊണ്ടുപോകണം. ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടി കുറച്ച് വിഷമൊക്കെ ഉണ്ട്, എന്നാലും അടിപൊളിയായിട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അല്ലടാ വീഡിയോ. അതെ. ഹലോ ഗായ്സ്, അപ്പം ഇന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം. ഇപ്പം സമയം 5:30 അങ്ങനെ നമ്മള് പുറപ്പെട്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മള് പ്രോഗ്രാം വരുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ചാണ്. എന്താന്ന് അറിഞ്ഞൂടാ, നല്ല ടെൻഷനുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെന്താണ് പറയാ, ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഇത്ര ടൈം വരെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്ന ടൈമിൽ കണ്ണടച്ചുറങ്ങിയാൽ അങ്ങനെ, അല്ലാണ്ട് ഉറക്കമൊന്നുമില്ല. ഇനി ഇതിപ്പം എന്താ പറയണത് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയണ്ട. പിന്നെ പരിപാടിക്ക് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ക്ഷീണമൊന്നും കാണില്ല. നല്ലോണം ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ അവിടെ ഞാൻ ഇതിൻ്റെ അകത്ത് പരിപാടിൻ്റെ ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. തൽക്കാലം കയറി സിറ്റി വണ്ടിയിലാണ് നമ്മൾ പോവാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു വണ്ടിയിലാണ് പോവാൻ പോകുന്നത്. ഇതേതാ വണ്ടി? ഏതേതാ വണ്ടി ജോറിയല്ല, ആ വണ്ടിയിലാണ് പോകുന്നത്. അതിന്റെ ബാഗ് അഭിയായിട്ട് ലുക്കാതെ മാറില്ല. കോളേജ് പ്രൊഫസറാണ്. അപ്പൊ നമുക്ക് സന്തോഷമായി ഇത് വേദന ചെയ്യുന്നത് സന്തോഷം, സ്നേഹം, സന്തോഷം, എല്ലാ സ്നേഹത്തോടെ
നന്ദി ഉദരവേദ. അടുത്തതായി വേദിയിൽ ആശംസ ഭാഷണങ്ങളാണ് ഈ കോളേജ് ഉൾപ്പെടുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് കൗൺസിലർ ശ്രീ മണി അനന്തപിള്ള. അദ്ദേഹം സ്ഥലത്തില്ല. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ണൂർ. ഹലോ ഗായ്സ്, അപ്പോ നമ്മള് നാടകം കഴിഞ്ഞു ഇറങ്ങി. പക്ഷെ എന്ത് ചെയ്യാനാ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ടൈമിൽ ഫസ്റ്റ് നാടകം നമ്മളത് തന്നെയായിരുന്നു. തെരുവ് നാടകമാണേ നമ്മള് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയതുകൊണ്ട് ആരെ കൊണ്ട് വീഡിയോ എടുത്ത് ഏൽപ്പിക്കാനൊന്നും പറ്റിയില്ല. കാണണമെന്നുണ്ടായിരുന്നില്ലേ ദേവി? ചെയ്യാനാ ദേവിക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞില്ല. അത് വിഷമമുണ്ട്. എന്നാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒക്കെ ചെയ്തു. അപ്പം തെരുവ് നാടകം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. റൂമിലേക്കല്ല, കോളേജിലേക്ക് വന്നു. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യണം. ഓവറോൾ നാടകം പറയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാ ആൾക്കാരും നല്ലോണം പെർഫോം ചെയ്തു. ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ തെറ്റിച്ചില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താണ്, കുഴപ്പമില്ല. റിസൾട്ട് എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ